പോലീസ് സ്റ്റേഷനുകളിലെ അതിക്രമങ്ങൾ സംബന്ധിച്ച ക്രൂര ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടും മൗനം പാലിച്ച് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി. വിവിധ ജില്ലകളിൽ നിന്നും പോലീസ് അതിക്രമവുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നിട്ടും ഇതുവരെ കർശനമായ നടപടി ഒന്നും ഉണ്ടായിട്ടില്ല. പോലീസ് അതിക്രമത്തിൽ മുഖം നോക്കാതെ നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. പോലീസ് മർദ്ദനം സർക്കാരിനെതിരെ പ്രധാന വിഷയമാക്കി ഉയർത്താനാണ് പ്രതിപക്ഷ തീരുമാനം. രണ്ട് പിണറായി സർക്കാരുകളുടെ കാലത്തും ഏറ്റവും അധികം പഴികേട്ടിട്ടുള്ള വകുപ്പാണ് ആഭ്യന്തര വകുപ്പ്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്നതിനിടയിൽ പോലീസ് ക്രൂരതകളുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് സജീവം. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ പോലീസിന്റെ ക്രൂരമർദ്ദനത്തിന് പിന്നാലെ പല ജില്ലകളിൽ നിന്നും പോലീസ് അതിക്രമവുമായി ബന്ധപ്പെട്ട വാർത്തകളും ദൃശ്യങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്നാൽ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി മൗനത്തിലാണ്. മുഖ്യമന്ത്രി മൗനം വെടിയണമെങ്കിൽ ഒന്നുകിൽ പോലീസുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കണം, ഇല്ലെങ്കിൽ വാർത്താ സമ്മേളനം വിളിക്കണം. ക്രൂരമർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും ഇതുവരെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയും ഉണ്ടായിട്ടില്ല. എന്നാൽ നടപടി ഉറപ്പു നൽകുകയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഗവൺമെന്റിനും സമൂഹത്തിനും ദോഷപ്പേരുണ്ടാക്കുകയും ഈ സേനയിൽ തന്നെ നിലനിർത്തുവാൻ യോഗ്യതയില്ലാത്ത ചില ഓഫീസർമാരുണ്ട്. അവരെല്ലാം കൈകാര്യം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പോലീസ് അതിക്രമങ്ങൾ സംബന്ധിച്ച പ്രചാരണങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറരുതെന്ന നിർദ്ദേശം KPCC നേതൃത്വം കോൺഗ്രസ് അണികൾക്ക് നൽകിയിട്ടുണ്ട്. 10-ാം തീയതി പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിക്കാനും തീരുമാനിച്ചു. മുഖ്യമന്ത്രി പോലീസിന്റെ അതിക്രമങ്ങളെ ന്യായീകരിക്കുകയാണ്. CPM ആജ്ഞാനുവർത്തികളല്ലാത്ത പോലീസുകാർക്ക് രക്ഷയില്ല. ആജ്ഞാനുവർത്തികളായി നിൽക്കുന്ന പോലീസുകാർ എത്ര നിയമലംഘനം നടത്തിയാലും അവരെ സംരക്ഷിക്കുന്നു. മീഡിയ 1 തിരുവനന്തപുരം.